പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവിൻ രക്ഷകനുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ മാറാനാത്ത ധ്യാന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സത്യ അനുതാപത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത്. സത്യ അനുതാപത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, നമ്മൾ പാപത്തെക്കുറിച്ചുള്ള വെറൊരു ദുഃഖപ്രകടനമല്ല, പാപങ്ങളുടെ അനന്തരഫലത്തെക്കുറിച്ച് പിടിക്കപ്പെട്ടതുകൊണ്ടോ ദുഃഖിക്കുന്നവരുണ്ട്, അതുമല്ല, യഥാർത്ഥത്തിൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖമാണ്. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് വന്നിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ചാണ് ഞാൻ ധ്യാനിക്കേണ്ടത്, ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു. നമുക്ക് ഇന്നും ആ വിഷയത്തിൽ തന്നെ അല്പസമയം ധ്യാനിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നന്നായി മനസ്സിലാക്കുവാൻ, ഹൃദയസ്ഥമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കർത്താവേ, അതിൻ്റെ പൂർണ്ണതയിൽ സംസാരിക്കുവാൻ ബലഹീനനായ എന്നെയും ശക്തിപ്പെടുത്തണമേ. യഥാർത്ഥ പാപം ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതാണല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോകാൻ കാരണമാകുന്ന എല്ലാറ്റിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ സ്നേഹത്തോടെ, വലിയ ബഹുമാനത്തോടെ, ആദരവോടെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ പാപമേതാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയെ സ്നേഹിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. പാപത്തെ വിട്ടുകളഞ്ഞ് സത്യാനുതാപത്തോടെ മുന്നിലായിരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രാർത്ഥന കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നാലാമത്തെ വാക്യം തുടങ്ങി നമുക്ക് വായിക്കാം. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റുന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. വലിയൊരു തിരിച്ചറിവുള്ള ഒരു പ്രാർത്ഥനയാണത്. അപ്പോൾ ഒരു നല്ല മനുഷ്യനായിരിക്കാനുള്ള ഒരു പരിശ്രമമല്ല യഥാർത്ഥ അനുതാപം. അങ്ങനെയുണ്ട് ആളുകളൊക്കെ നല്ലവരായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്നവരുണ്ട്. ഈ നല്ലവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്വയം അങ്ങനെ വിചാരിച്ചു വച്ചിരിക്കുമ്പോൾ
ഒരിക്കലും നമ്മളിൽ നന്മ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നാം പാപത്തിലുള്ള നന്മയാണ്. എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ പാപകാലത്തിന് മുമ്പുള്ള അനുഭവം. ദാവീദ് നമ്മൾ കാണുന്നത് പാപം ചെയ്യുന്നു, ഒപ്പം തന്നെ നല്ലതും ചെയ്യുന്നു. പടക്കളത്തിൽ വെച്ച്, യുദ്ധസ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുന്ന പടയാളിയുടെ ഭാര്യയെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജനങ്ങളെല്ലാം പറയും വളരെ ദയാലുവും കരുണാനിധിയുമാണെന്ന് പറയും. പക്ഷെ തൻ്റെ പാപം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ആ കാര്യങ്ങളെല്ലാം ദാവീദ് ചെയ്തത്. ദാവീദിൻ്റെ പാപം, ആ സമയത്തുള്ള പാപം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ജഡികമായ ആസക്തിയാണ് ദാവീദിനെ കൊലപാതകത്തിലേക്കും നുണ പറയുന്നതിലേക്കും മാന്യനാണെന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചത്. ഇതാണ് യെശയ്യാ പ്രവാചനം 6 പറയുന്ന 64:6 പറയുന്നത്, ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിനവസ്ത്രം പോലെയും ആണ്. ഈ ഒരു തിരിച്ചറിവ്, ഞങ്ങളുടെ സൽപ്രവർത്തികൾ, ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അത് പഴകിയ തുണി പോലെയാണ്, മലിനമായ വസ്ത്രം പോലെയാണ്. പാപത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒത്തിരി നന്മ പ്രവർത്തിക്കുന്ന ആളുകളെ പിന്നീട് വേറെ തരത്തിൽ പാപം ചെയ്തു എന്ന് പറഞ്ഞ് പിടിക്കാറുണ്ട്. പോലീസ് തന്നെ പിടിക്കാറുണ്ട്, നാട്ടുകാർ പിടിക്കാറുണ്ട്. പക്ഷെ അവരൊത്തിരി ദാനധർമ്മങ്ങൾ, ഒത്തിരി ചാരിറ്റി ഒക്കെ ചെയ്യുന്നവരാണ്. ചിലപ്പോൾ അവരുടെ വാക്കുകളായിരിക്കാം, ചിലപ്പോൾ അവരുടെ പ്രവൃത്തികളായിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി. ഇവിടെ ദാവീദിനെ പിടിച്ചത് പ്രവൃത്തിയാണ്, ദൈവമാണ് പിടിച്ചത്. നീ കൊലപാതകിയാണ്, നീ വ്യഭിചാരിയാണ് എന്ന് ദൈവം തന്നെ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ അതുവരെ ദാവീദ് ചെയ്ത സകല പ്രവർത്തനങ്ങളും എന്തായി മാറി? മലിന വസ്ത്രം പോലെയായി. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. ഒരിക്കലും ഒരു സമാധാനം ലഭിക്കുന്നില്ല. കാരണം എന്താ? എല്ലാ സ്വാർത്ഥതയും മനുഷ്യനിലുണ്ട്. അതിൻ്റെ പ്രയത്നങ്ങളാണ് എല്ലാ മനുഷ്യനും നടത്തുന്നത്. സ്വന്തം നീതീകരണം, പിന്നെന്താ, സമൂഹത്തിൽ വലിയ ആളാകണമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ സത്യത്തിൽ അനുതാപത്തിൻ്റെ ആവശ്യകത അംഗീകരിക്കപ്പെടുന്നില്ല. തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഒരിക്കലും ദാവീദ് വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ആടിൻ്റെ ഉപമയാണ് പറയുന്നത്. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ മുമ്പിൽ പറയുന്നത്, നമ്മുടെ ഈ രാജ്യത്ത് ഒരു പ്രഭു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരത്ത് ഉല്ലസിക്കുന്നതിന് വേണ്ടി തൻ്റെ തൊഴുത്തിൽ ധാരാളം ആടുകളും ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന് അടുത്തുള്ള ഒരു പാവപ്പെട്ടവൻ്റെ ഒരു പെണ്ണാട്ടിൻ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി കൊന്ന് സന്തോഷം പങ്കുവച്ചു. അപ്പോൾ ദാവീദ് ആ നിമിഷം തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, പടയാളികളെ വിളിക്കുകയാണ്. ആരെവിടെ? പടയാളികളെ വിളിക്കുകയാണ്. ഈ നീച പ്രവൃത്തി ചെയ്തവനെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ അത് ദാവീദല്ല എന്ന ധാരണയിൽ, പ്രിയമുള്ളവരെ, ദാവീദ് അവിടെ ന്യായം വിധിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നു എന്നിരിക്കട്ടെ,
അങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ടുവന്നാൽ തീർച്ചയായും ദാവീദ് ആ മനുഷ്യനെ ശിക്ഷിച്ചിരിക്കും. അപ്പം മറ്റൊരാളുടെ പാപം കണ്ടെത്തി ആ പാപത്തിന് ശിക്ഷ കൊടുക്കാൻ എളുപ്പമാണ്. സ്വയം പാപം കണ്ടെത്തി സ്വയം ശിക്ഷിക്കുക എളുപ്പമല്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല മനുഷ്യനായിരിക്കുന്നതല്ല അനുതാപം എന്ന് പറയുന്നത്, വിശുദ്ധനായിരിക്കുന്നതാണ് അനുതാപം. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ തെറ്റുകളെ തനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് വിശുദ്ധി. മറ്റൊരാൾ പറയുന്നതിന് മുമ്പ് താൻ ഇന്ന തെറ്റ് തൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിയാൻ. കുമ്പസാരിക്കാൻ ചെന്നിരിക്കുമ്പോൾ വൈദികൻ നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇന്ന പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു, അറിഞ്ഞും അറിയാതെയും വന്നു പോയതാണ്, എന്നെ അതിൽ നിന്ന് പൂർണ്ണമായി കർത്താവ് രക്ഷിക്കണമെന്നുള്ള ഏറ്റുപറച്ചിൽ. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരമായി എന്തെങ്കിലും പറയുമെന്നുള്ളതല്ലാതെ പൂർണ്ണമായ അനുതാപം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ പൂർണ്ണമായ അനുതാപം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് വിശുദ്ധി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഇസ്രായേൽക്കാരുടെ പ്രാർത്ഥന പോലെയോ ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ, ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രങ്ങൾ പോലെയും ആണ്. ഹല്ലേലൂയ. ഞങ്ങൾ അശുദ്ധരെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രങ്ങൾ പോലെയും ആണ്. ഈ ഒരു തിരിച്ചറിവാണ്. സൽപ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് ആരും പുണ്യവാന്മാരാകുന്നില്ല. പുണ്യവാനാകാൻ സഹായിക്കുന്നേ ഉള്ളൂ. പക്ഷേ പുണ്യവാനാകാൻ സഹായിക്കുന്നത് അവനവൻ്റെ ജീവിതത്തിലെ പാപം ഉപേക്ഷിക്കലാണ്. യഥാർത്ഥ അനുതാപം ഉണ്ടാകുന്നതാണ്, യഥാർത്ഥ പശ്ചാത്താപം വരുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയണം. നമ്മൾ 51-ാമത്തെ സങ്കീർത്തനം ചൊല്ലുന്നവരാണ്. 51-ാം സങ്കീർത്തനത്തിൽ എന്താണ് ദാവീദിൻ്റെ പ്രാർത്ഥന എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്താണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, നിൻ്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ പാപങ്ങളെ മോചിക്കണമേ. ദൈവമേ, നിൻ്റെ കാരുണ്യത്തിനൊത്ത് എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ശ്രദ്ധിച്ചു കൊള്ളണം പ്രിയമുള്ളവരെ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ദൈവിക വെളിച്ചം കിട്ടുന്ന മനുഷ്യനെ അത് പറയുവാനായിട്ട് കഴിയുള്ളൂ. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് നീ ഇന്നയാളാണെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ഓരോന്നും ചിന്തിക്കാൻ തുടങ്ങി. ഓരോ പാപത്തെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ അതിക്രമങ്ങളൊക്കെ, ഞാൻ ചെയ്തിട്ടുള്ള അന്യായങ്ങളെല്ലാം എൻ്റെ കൺമുമ്പിൽ ഞാൻ അറിയുന്നു. ഇന്നത് 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 ഇന്നതെന്ന് എനിക്കറിയാം. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. ഞാൻ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം അങ്ങേക്കെതിരാണ്, അങ്ങേക്ക് മാത്രം എതിരായിട്ടാണ്. ഞാൻ മനുഷ്യനോടായിരിക്കാം ചെയ്തത്,
ഞാൻ പ്രകൃതിയോടായിരിക്കാം ചെയ്തത്. അതെന്താണെങ്കിലും ഞാൻ ചെയ്തത് അങ്ങയോക്കെതിരെയാണ്, അങ്ങയ്ക്ക് മാത്രം എതിരെയാണ്. അങ്ങയുടെ മുമ്പിലാണ് ഞാൻ തിന്മ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. നീതിയോടെ ആണ് വിധിക്കുന്നത്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. വീണ്ടും ദാവീദ് പറയുന്നത്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. പാപം എങ്ങനെ ഉണ്ടായി എന്നോ പാപത്തോടെയാണോ പിറന്നതോ ഒന്നുമല്ല ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് എന്നിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ നീതിയാണ്. അതിനെന്ത് ചെയ്യണമെന്ന് പറയുന്നത്? എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. എനിക്ക് യഥാർത്ഥ പാപബോധം ഉണ്ടാകാൻ, എനിക്ക് യഥാർത്ഥ പശ്ചാത്താപം ഉണ്ടാകാൻ അങ്ങയുടെ ജ്ഞാനം എന്നിൽ നിറയ്ക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുപോലെ നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ഞാൻ മഹാപാപിയാണ്, എന്നോട് എന്തുണ്ടാകണം? കരുണയുണ്ടാകണം. ഹല്ലേലൂയ. മഹാപാപിയാണ് ഞാൻ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ എന്താ പറയുന്നത്? സ്വന്തം ശക്തിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുത്ത് നല്ലവരായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. സ്വന്തം ശക്തിയിൽ നമുക്കൊക്കെ നന്നായി ജീവിക്കാൻ കഴിയും. ചില ആളുകൾ ചില പാപങ്ങളൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ആളുകൾ വെറുതെ എന്നെ കണ്ടു പഠിക്ക്, ഞാൻ ആ പാപമൊന്നും ചെയ്യണില്ലല്ലോ എന്നൊക്കെ പറയും. മദ്യപിക്കാത്ത ഒരാളാണെങ്കിൽ എന്നെ കണ്ടുപിടിക്കും, ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ, പക്ഷെ വേറെ എന്തെല്ലാം പാപം അയാളുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് അയാൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ സ്വന്തം ശക്തിയിൽ തൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്ത് നല്ലവരായി ജീവിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അത് സാധ്യമല്ല. നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ നമ്മളുടെ നീതിപ്രവർത്തികളും എല്ലാം കീറത്തുണി പോലെയാണ്, മലിന വസ്ത്രം പോലെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം എന്താണ്? എൻ്റെ പാപം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയണമെങ്കിൽ അങ്ങയുടെ ജ്ഞാനം പകരണം. എൻ്റെ അന്തരംഗത്തിൽ അങ്ങയുടെ ജ്ഞാനം പകരണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നല്ലവരുമായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. ഒന്നാമതായി ഞങ്ങൾ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കുവാൻ കൃപ നൽകണമേ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, നീതിമാന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. നീതിമാന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപകാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല. പാപകാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല. പാപബോധവും പശ്ചാത്താപവും
കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. കർത്താവേ, നല്ലൊരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യ അനുതാപവും മാനസാന്തരത്തിൻ്റെ കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 17:30 ഞങ്ങൾ വായിച്ചു. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവേ, മാനസാന്തരത്തിൻ്റെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചുകൊണ്ടിരുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.